നമ്മൾ ഇന്ന് ചാപ്റ്റർ 6 സൊല്യൂഷൻസ് ലൈനുകളിൽ പഠിക്കാൻ പോകുന്ന കൊളോയിഡുകളെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ട്രൂ സൊല്യൂഷൻ, യഥാർത്ഥ ലായനി, സസ്പെൻഷൻ എന്നിവയെ പറ്റിയായിരുന്നു. അപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു ട്രൂ സൊല്യൂഷൻ അല്ലെങ്കിൽ യഥാർത്ഥ ലായനിയിൽ സോളിഡ് പാർട്ടിക്കിൾസ്, ലീനിയർ കണങ്ങളുടെ വലിപ്പം, സൈസ് വളരെ കുറവായിരിക്കും, ചെറുതായിരിക്കും. നമ്മുടെ നേക്കഡായി, നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ടോ സൂക്ഷ്മദർശിനി കൊണ്ടോ പോലും, മൈക്രോസ്കോപ്പ് കൊണ്ട് ഉപയോഗിച്ചാൽ പോലും നമുക്ക് അവയെ കാണാം. ലീനകണങ്ങളെ അല്ലെങ്കിൽ സോളിഡ് പാർട്ടിക്കിൾസിനെ കാണുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഈ പാർട്ടിക്കിൾസ് വളരെ ചെറുതാണ്, വെരി മൈന്യൂട്ട് ആയത് കാരണം ലൈറ്റിൻ്റെ ബീമിനെ സ്കാറ്റർ ചെയ്യിപ്പിക്കാൻ അവയ്ക്ക് സാധിക്കുകയില്ല, പ്രകാശത്തെ വിസരിപ്പിക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ലൈറ്റിൻ്റെ പാത്ത്, പ്രകാശപാത കാണുവാൻ സാധിക്കില്ല. എന്നാൽ സസ്പെൻഷനിലാണെങ്കിൽ സോളിഡ് പാർട്ടിക്കിൾസ് എല്ലാം വലുതാണ്, ലാർജാണ്. ലീനകണങ്ങൾ എല്ലാം വലുപ്പം കൂടിയതായത് കാരണം നമ്മുടെ കണ്ണുകൾ കൊണ്ട് തന്നെ നമുക്ക്, നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന അത്ര വലുപ്പമുള്ളവയാണ് സസ്പെൻഷനുകളിലെ. അവ പ്രകാശത്തെ വിസരിപ്പിക്കുന്നുണ്ട്. ദേ ക്യാൻ സ്കാറ്റർ ലൈറ്റ്, ലൈറ്റിനെ സ്കാറ്റർ ചെയ്യിപ്പിക്കാൻ അവ സഹായിക്കുന്നുണ്ട്. ഗുരുത്വാകർഷണം മൂലം, ഗ്രാവിറ്റി മൂലം അത് പെട്ടെന്ന് ക്രമേണ അടിയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അവയെ ഫിൽട്ടർ ചെയ്ത് മാറ്റാനും അരിച്ചെടുക്കുവാനും സസ്പെൻഷനിലെ പാർട്ടിക്കിൾസ് നമുക്ക് അരിച്ചെടുക്കുവാനും സാധിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നത്. അപ്പോൾ നമുക്കിനി കൊളോയിഡുകളെ പറ്റി പഠിക്കാം. അപ്പോൾ സൊല്യൂഷൻസിനെയും ലായനികളെ കുറിച്ചും സസ്പെൻഷനുകളെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇവ രണ്ടിലും പെടാത്ത മിശ്രിതങ്ങളുണ്ടോ? ആർ ദർ എനി മിക്സ്ചേഴ്സ് വിച്ച് ആർ നൈദർ ഓഫ് ദീസ്? ഇതിൽ രണ്ടിലും പെടാത്ത മിക്സ്ചേഴ്സ് ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ മിൽക്ക്, പാൽ, ഈ പറയുന്ന ഏത് വിഭാഗത്തിൽ പെടും? നമുക്ക് പരിശോധിക്കാം. ടേക്ക് എ മിക്സ്ചർ ഓഫ് വാട്ടർ ആൻഡ് മിൽക്ക് ഇൻ എ ബീക്കർ. ഒരു ബീക്കറിൽ പാലും വെള്ളവും കലർന്ന മിശ്രിതം എടുക്കുക. ആൻഡ് റിപ്പീറ്റ് ദി പ്രീവിയസ്ലി ഡൺ ആക്ടിവിറ്റി. നമ്മൾ മുമ്പ് ചെയ്ത പ്രവർത്തനങ്ങൾ, യഥാർത്ഥ ലൈനിക്കും ട്രൂ സൊല്യൂഷനും സസ്പെൻഷനും ചെയ്ത അതേ പ്രവർത്തനങ്ങൾ, ആക്ടിവിറ്റീസ് സെയിം ഈ പ്രോസസ്സിലും നമ്മൾ ചെയ്യുക. ടിക്ക് യുവർ ഒബ്സർവേഷൻ. നമ്മുടെ നിരീക്ഷണങ്ങൾ ടിക്ക് ചെയ്യാനാണ്. പാർട്ടിക്കിൾസ് ക്യാൻ ബി സീൻ വിത്ത് ദി നേക്കഡ് ഐ. കണങ്ങളെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയും. നമ്മളൊരു ബീക്കറിൽ വെള്ളവും പാലും എടുത്ത് നമുക്ക് അതിനകത്തെ കണങ്ങളെ അല്ലെങ്കിൽ പാർട്ടിക്കിൾസിനെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കുമോ? നമ്മൾ പാലൊക്കെ കുടിച്ചിട്ടുള്ളവരല്ലേ? നമ്മൾ ഗ്ലാസ് ഇങ്ങനെ നോക്കി നമ്മൾ എപ്പോഴേലും അതിനകത്ത് പാലിൻ്റെ പാർട്ടിക്കിൾസ്, കണികളിൽ നിന്ന് പറഞ്ഞ് നമ്മൾ എപ്പോഴേലും ശ്രദ്ധിച്ച് അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടോ? നമ്മൾ ഇല്ല. നമുക്ക് കാണാൻ സാധിക്കുമോ? നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് പാലിൻ്റെ കണകങ്ങളെ, പാർട്ടിക്കിൾസിനെ നമുക്ക് കാണാൻ സാധിക്കുമോ? ഇല്ല, തെറ്റ്. പാത്ത് ഓഫ് ദി ലൈറ്റ് ബീം ക്യാൻ ബി സീൻ. നമ്മൾ ഒരു ലൈറ്റിൻ്റെ പ്രകാശബിംബം കടത്തി വിടുവാണെങ്കിൽ നമുക്ക് ആ പ്രകാശപാത, പാത്ത് ഓഫ് ദി ലൈറ്റ് ബീം നമുക്ക് കാണാൻ സാധിക്കുമോ? കാണാൻ സാധിക്കും. നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളെല്ലാവരും ഇനി ചെയ്ത് നോക്കണ്ട. നിങ്ങൾ ഇനി എന്തായാലും പാൽ കുടിക്കുമ്പോൾ ആ പ്രകാശപാത കടന്നു പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ എന്താണ് പ്രകാശപാത? നമുക്ക് പാത്ത് ഓഫ് ദി ലൈറ്റ് ബീം നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ശരിയാണ്. പാർട്ടിക്കിൾസ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഫിൽട്രേഷൻ. കണങ്ങളെ അരിച്ചെടുക്കാൻ കഴിയുമോ? ഇല്ല. അതിനകത്ത് കട്ടിയുള്ള വലിപ്പം കൂടിയ പാർട്ടിക്കിൾസ് വല്ലതും ഉണ്ടോ അതിനകത്ത്? ഇല്ല. നമ്മൾ ചവച്ച വല്ലതും കഴിക്കുന്നുണ്ടോ പാല് കുടിക്കുമ്പോൾ? ഇല്ല, ജസ്റ്റ് കുടിക്കുന്നല്ലേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് എന്താണ് പാർട്ടിക്കിൾസിനെ നമുക്ക് എന്തുമായാലും അരിച്ചെടുക്കുവാൻ സാധിക്കുകയില്ല. അപ്പോൾ ഫാൾസ്, തെറ്റ്. വി കനോട്ട് സീ ദി പാർട്ടിക്കിൾസ് ഇൻ ഇറ്റ് വിത്ത് ദി നേക്കഡ് ഐ ആസ് ഇൻ എ സൊല്യൂഷൻ. നമുക്ക് ലൈനുകളെ പോലെ പാർട്ടിക്കിൾസിന്, കണികളെ നമ്മുടെ സൂക്ഷ്മദർശിനി കൊണ്ട് പോലും, നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് പോലും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. They also do not settle down as in suspension. സസ്പെൻഷനിൽ പോലെ അതിനകത്തെ പാർട്ടിക്കിൾസ് അടിയുന്നുമില്ല. ബട്ട് ഓൺ പാസിങ് ആൻ ഇൻറ്റൻസ് ബീം ഓഫ് ലൈറ്റ്, എന്നാൽ അതിലൂടെ പ്രകാശ ബീം കടത്തി വിട്ടാൽ പാത ദൃശ്യമാവുകയും ചെയ്യും. പാത്ത് ഓഫ് ദി ബീം ഈസ് വിസിബിൾ. ലൈനുകൾക്കും സസ്പെൻഷനുകൾക്കും ഇടയിലുള്ള ഇത്തരം മിശ്രിതമാണ് കൊളോയിഡുകൾ. കൊളോയിഡൽ മിക്സ്ചേഴ്സ് ആർ ബിറ്റ്വീൻ സൊല്യൂഷൻസ് ആൻഡ് സസ്പെൻഷൻസ്. അവരൊരു ഇൻ്റർമീഡിയറ്റ് ആണ് സൊല്യൂഷനുകൾക്കും സസ്പെൻഷനുകൾക്കും ഇടയിലുള്ള. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് മിൽക്ക് ഒരു കൊളോയിഡാണ്. സൊല്യൂഷൻ്റെയും പ്രത്യേകതകളുണ്ട്, സസ്പെൻഷൻ്റെയും പ്രത്യേകതകളുള്ളത് കൊണ്ട് മിൽക്ക്, പാലെന്ന് പറയുന്ന ഒരു കൊളോയിഡാണ്. സിനിമ തിയേറ്ററിലൊക്കെ പോയിട്ടുള്ളവരല്ലേ? അതുപോലെ തന്നെ സ്മാർട്ട് ക്ലാസ് റൂമിലൊക്കെ നമ്മൾ പ്രൊജക്റ്റുകളിലൂടെ
നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളായാലും സിനിമാറ്റോഗ്രാഫി ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുമ്പോൾ വായുവിൽ പൊടിപടലങ്ങൾ, എയറിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ പാത്ത് ഓഫ് ലൈറ്റ് ബീം നമുക്ക് നല്ലപോലെ കാണാൻ പറ്റുമല്ലേ, നല്ലപോലെ വ്യക്തമായി കാണാൻ കഴിയുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്താണ് ഇതിന് കാരണം? ദി റീസൺ ദി പാത്ത് ഓഫ് ലൈറ്റ് ബിക്കംസ് വിസിബിൾ. നമുക്ക് ആ പ്രകാശപാത വ്യക്തമാകുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എയറിൽ എന്തുണ്ടെന്ന് നമ്മൾ പറഞ്ഞത്, ആ എയറിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ്, വായുവിലുള്ള പൊടിപടലങ്ങൾ ലൈറ്റിനെ, പ്രകാശത്തെ വിസരിപ്പിക്കുവാൻ കാരണമാകുന്നു, ലൈറ്റ് സ്കാറ്റർ ചെയ്യാൻ കാരണമാകുന്നു. അതുകൊണ്ടാണ് ഈ ചിത്രങ്ങളൊക്കെ പ്രദർശിപ്പിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രകാശപാത കാണാൻ സാധിക്കുന്നത്. ദി സൈസ് ഓഫ് ദി ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഈസ് ഈക്വൽ ടു ദി പാർട്ടിക്കിൾ സൈസ് ഓഫ് കൊളോയിഡ്സ്. പൊടിപടലങ്ങളുടെ കണികാ വലിപ്പം എന്ന് പറയുന്നത് കൊളോയിഡുകളുടേതിനും തുല്യമാണ്, സെയിം ആണ്. കൊളോയിഡുകളുടെ കണികളുടെ വലുപ്പവും ഡസ്റ്റ് പാർട്ടിക്കിൾസിൻ്റെ വലുപ്പം ഈക്വൽ ആയതിനാലുമാണ് നമുക്ക് ആ പ്രകാശപാത തിയേറ്ററുകളിലായാലും സ്മാർട്ട് റൂമിലെയൊക്കെ പ്രൊജക്റ്റുകളിൽ കൂടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. വായുവിലുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസിൽ പ്രകാശം തട്ടി വിസരിക്കുന്നതുകൊണ്ടാണ്, സ്കാറ്റർ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ആ പ്രകാശപാത കാണുവാൻ സാധിച്ചത്. അപ്പോൾ എന്തൊക്കെ സവിശേഷതകളാണ് നമ്മൾ മുമ്പ് ചെയ്ത ആക്ടിവിറ്റീസിൽ നിന്ന്, പ്രവർത്തനങ്ങളിൽ നിന്ന് ട്രൂ സൊല്യൂഷനെ പറ്റി, സസ്പെൻഷൻ, കൊളോയിഡ് എന്നിവയെ പറ്റി പഠിച്ചതെന്നാണ് നമ്മൾ ഇനി എഴുതാൻ പോകുന്നത്. യഥാർത്ഥ ലൈനി, ട്രൂ സൊല്യൂഷൻ. പാർട്ടിക്കിൾസ് കനോട്ട് ബി സീൻ വിത്ത് ദി നേക്കഡ് ഐ. കണികകളെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സാധിക്കുകയില്ല. പാർട്ടിക്കിൾസ് ഡു നോട്ട് സെറ്റിൽ ഡൗൺ. സൊല്യൂട്ട് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ലീനകണങ്ങൾ അടിയത്തില്ല. 3. പാർട്ടിക്കിൾസ് കനോട്ട് ബി സെപ്പറേറ്റഡ് ബൈ ഫിൽട്രേഷൻ. ഫിൽട്ടർ വഴി നമുക്ക് അവയെ വേർതിരിക്കാൻ, ലീനകണങ്ങളെ അല്ലെങ്കിൽ സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ വേർതിരിക്കുവാൻ സാധിക്കില്ല യഥാർത്ഥ ലൈനിൽ. 4. പാത്ത് ഓഫ് ദി ലൈറ്റ് ബീം ഈസ് നോട്ട് വിസിബിൾ. പ്രകാശപാത ദൃശ്യമാകുകയില്ല, നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. ട്രൂ സൊല്യൂഷൻ, യഥാർത്ഥ ലൈനി എന്ന് പറയുന്നത് ഒരു ഹോമോജീനിയസ് മിക്സറാണ്, ഏകാത്മകമായ മിശ്രിതമാണ് യഥാർത്ഥ ലൈനി എന്ന് പറയുന്നത്. 2. സസ്പെൻഷൻ. സസ്പെൻഷനിലെ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ലീനകണങ്ങളെ നമുക്ക് നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് തന്നെ കാണുവാൻ സാധിക്കും. പാർട്ടിക്കിൾസ് സെറ്റിൽ ഡൗൺ ചെയ്യും, കണികൾ അടിയും. കാരണം ഗുരുത്വാകർഷണം, ഗ്രാവിറ്റി മൂലം അതിലെ പാർട്ടിക്കിൾസ് സെറ്റിൽ ഡൗൺ ചെയ്യുകയും ചെയ്യും. പാർട്ടിക്കിൾസ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ഫിൽട്രേഷൻ. സസ്പെൻഷനിലെ പാർട്ടിക്കിൾസ്, കണികളെ നമുക്ക് ഫിൽട്ടർ കൊണ്ട് അരിച്ചെടുക്കുവാൻ സാധിക്കും. പാത്ത് ഓഫ് ലൈറ്റ് ബീം ഈസ് വിസിബിൾ. നമുക്ക് പ്രകാശപാത സസ്പെൻഷനിൽ ദൃശ്യമാകും. അതുപോലെ തന്നെ സസ്പെൻഷൻ മിശ്രിതം എന്ന് പറയുന്നത് ഒരു ഹെട്രോജീനിയസ് മിക്സറാണ്, ഭിന്നാത്മക മിശ്രിതമാണ് സസ്പെൻഷൻ. 3. കൊളോയിഡുകൾ. പാർട്ടിക്കിൾസ് കനോട്ട് ബി സീൻ വിത്ത് നേക്കഡ് ഐ. കൊളോയിഡുകളിനകത്ത് നമുക്ക് കണികളെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ അന്നത്തെ സൊല്യൂട്ട് പാർട്ടിക്കിൾസ്, ലീനകണങ്ങൾ സെറ്റിൽ ഡൗൺ ചെയ്യുകയില്ല, അടിയത്തില്ല. 3. പാർട്ടിക്കിൾസ് കനോട്ട് ബി സെപ്പറേറ്റഡ് ബൈ ഫിൽട്രേഷൻ. നമുക്ക് പാർട്ടിക്കിൾസിനെ ഫിൽറ്റർ വഴി വേർതിരിച്ചെടുക്കുവാൻ സാധിക്കുകയില്ല. 4. പാത്ത് ഓഫ് ദി ലൈറ്റ് ബീം ഈസ് വിസിബിൾ. പ്രകാശപാത കൊളോയിഡുകളിൽ ദൃശ്യമാണ്, വിസിബിൾ ആണ്. 5. ഹെട്രോജീനിയസ് മിക്സറാണ്. കൊളോയിഡുകൾ എന്ന് പറയുന്നത് ഒരു ഭിന്നാത്മക മിശ്രിതമാണ്. ഒരു പരീക്ഷണം ചെയ്തു നോക്കാം. പ്രിപ്പയർ എ സൊല്യൂഷൻ ബൈ ആഡിങ് 2 gram sodium thiosulfate Na2H2O3 5H2O to a beaker containing 50 ml of water. ഒരു ബീക്കറിൽ 50 ml ജലമെടുത്ത് അതിൽ 2 gram സോഡിയം തയോസൾഫേറ്റ് Na2H2O3 5H2 ചേർത്ത് ലായനി തയ്യാറാക്കുക. ഇനി ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ആ ബീക്കർ എടുത്ത് പ്രകാശപാതയിൽ ക്രമീകരിച്ച ശേഷം 2-3 തുള്ളി നേർപ്പിച്ച ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആഡ് ചെയ്ത് നല്ലപോലെ ഇളക്കുക. സ്റ്റിർവെൽ. ഒബ്സർവ് ഫോർ എ വൈൽ. കുറച്ച് സമയം നിരീക്ഷിച്ച ശേഷം നമ്മുടെ ഒബ്സർവേഷൻ റെക്കോർഡ് ചെയ്യാൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യമേ നമ്മൾ 50 ml വെള്ളം ഒരു ബീക്കറിൽ എടുക്കുക. അതിലേക്ക് 2 gram സോഡിയം തയോസൾഫേറ്റ് ആഡ് ചെയ്ത് നല്ലപോലെ ഇളക്കിയ ശേഷം നമുക്ക് കിട്ടുന്ന ഒരു ക്ലിയർ സൊല്യൂഷൻ ആയിരിക്കും, തെളിഞ്ഞ ലായനിയായിരിക്കും. അതിനുശേഷം നമ്മൾ അതിലേക്ക് 2-3 തുള്ളി ഡൈല്യൂട്ട് HCl ആഡ് ചെയ്ത് നല്ലപോലെ ഇളക്കിയ ശേഷം അവിടെ ഒരു രാസപ്രവർത്തനം നടക്കും, ഒരു കെമിക്കൽ റിയാക്ഷൻ ഒക്കേഴ്സ്. ഈ റിയാക്ഷൻ കാരണം അവിടെ ഒരു കൊളോയിഡൽ സസ്പെൻഷൻ ഓഫ് സൾഫർ ആയിരിക്കും ഉണ്ടാവുന്നത്. ഈ പ്രവർത്തനത്തിൽ നമുക്ക് ഒരു സൾഫർ കൊളോയിഡ് സസ്പെൻഷൻ ആയിരിക്കും നമുക്ക് അവിടെ രൂപപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ആ ബീക്കർ എടുത്ത്
ലൈറ്റ് വരുന്ന പാത പ്രകാശപാതയിൽ വെക്കുകയാണെങ്കിൽ ലൈറ്റ് അതിൽ കൂടെ പാസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ പാത്ത് നമുക്ക് കാണാം, പ്രകാശപാത ദൃശ്യമാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം അതിലുള്ളത് കൊളോയിഡൽ സൾഫർ പാർട്ടിക്കിൾസ് ആണ്. അത് ലൈറ്റിനെ വിസരിപ്പിക്കാൻ, സ്കാറ്റർ ചെയ്യാൻ സഹായിക്കുന്നു. ഈ ഒരു ഫിനോമിനയാണ് നമ്മൾ ടിൻഡൽ ഇഫക്റ്റ് എന്ന് പറയുന്നത്. കൊളോയിഡൽ പാർട്ടിക്കിൾസ് ലൈറ്റിനെ സ്കാറ്റർ ചെയ്യാൻ, വിസരിപ്പിക്കാൻ സഹായിക്കുന്ന പ്രോസസ്സിന്, ഫിനോമിനയാണ് ടിൻഡൽ ഇഫക്റ്റ് അല്ലെങ്കിൽ ടിൻഡൽ പ്രഭാവം എന്ന് പറയുന്നത്. പിന്നീട് കുറേ നേരം കഴിയുമ്പോഴത്തേക്ക് കൂടുതൽ സൾഫർ പാർട്ടിക്കിൾസ് ഫോം ചെയ്യും. അവരുടെ സൈസ് കൂടും, സൈസ് ഇൻക്രീസ് ആകും. അങ്ങനെ കൂടെ കൂടെ ദിസ് പാർട്ടിക്കിൾസ് സെറ്റിൽഡ് ആണ്. ഈ പാർട്ടിക്കിൾ കണകങ്ങളെല്ലാം ആ ബീക്കറിൽ ബോട്ടത്തിൽ അടിയിൽ അടിഞ്ഞുകൂടുകയും അങ്ങനെ അടിഞ്ഞുകൂടുന്നത് ഒരു സസ്പെൻഷൻ ഫോമിലായിരിക്കും അവരവസാനം നമുക്ക് കാണപ്പെടുന്നത്. അപ്പോൾ സമയം കഴിയുന്തോറും കൂടുതൽ സൾഫർ കണങ്ങൾ രൂപപ്പെടുകയും ആ അടിയുന്ന കണങ്ങളെല്ലാം വലിയ വലുപ്പം കൂടിയതും ആയിരിക്കും. അവസാനം ഈ കണങ്ങൾ ബീക്കറിൻ്റെ അടിയിൽ അടിയുകയും ഒരു സസ്പെൻഷൻ രൂപപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇതാണ് നമുക്ക് ആ എക്സ്പെരിമെൻ്റ് പ്രവർത്തനത്തിലൂടെ മനസ്സിലാവുന്ന കാര്യം. അപ്പോൾ ചുരുക്കത്തിൽ ഇതിൻ്റെ പ്രവർത്തനം എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ, രാസപ്രവർത്തനം നടക്കും. അതിൻ്റെ ഫലമായി കൊളോയിഡ് ഫോമിൽ അതിലുണ്ടായിരുന്ന സൾഫറുകൾ പ്രിസിപിറ്റേറ്റ് ചെയ്യും, അവക്ഷിപ്തങ്ങളാവും. സോഡിയം തയോസൾഫേറ്റുകളിലുള്ള സൾഫറുകൾ അവക്ഷിപ്തപ്പെടും, പ്രിസിപിറ്റേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ പ്രകാശപാത 6.8 കാണിച്ചിരിക്കുന്ന പോലെ ഒരു പ്രകാശപാതയിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ആ പ്രകാശപാത ദൃശ്യമാകും. എ പാത്ത് ഓഫ് ലൈറ്റ് ബീം ഈസ് ഫോംഡ് ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വിത്ത് ദി പാസേജ് ഓഫ് ടൈം, സമയം കഴിയും തോറും ഇതിലുണ്ടായിരുന്ന സൾഫർ പാർട്ടിക്കിൾസ്, സൾഫർ കണികൾ കൂടുതലായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന, കൂടുതലായി ഉണ്ടാകുന്നത്, വേർതിരിക്കാൻ പറ്റുന്ന തരത്തിൽ കൂടുതലായി ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ സമയം കൂടുതൽ കഴിയും തോറും ഈ സൾഫർ പാർട്ടിക്കിൾസിൻ്റെ, സൾഫർ കണികളുടെ വലുപ്പം, സൈസ് കൂടുകയും അവസാനം ഈ സൾഫർ പാർട്ടിക്കിൾസ് സസ്പെൻഷനിൽ എങ്ങനെയാണോ ലീനകണങ്ങൾ, സൊല്യൂട്ട് പാർട്ടിക്കിൾസ് അടിയുന്നത്, അതുപോലെ ഈ സൾഫർ പാർട്ടിക്കിൾസ് ബീക്കറിൻ്റെ അടിയിൽ അടിയുന്നതായിട്ട്, സെറ്റിൽസ് ഡൗൺ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദി ഫിനോമിന ഓഫ് സ്കാറ്ററിംഗ് ഓഫ് എ ബീം ഓഫ് ലൈറ്റ് ബൈ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഈസ് നോൺ ആസ് ടിൻഡൽ ഇഫക്റ്റ്. കൊളോയിഡൽ കണങ്ങളിൽ തട്ടി പ്രകാശം വിസരിക്കുന്നതാണ് ടിൻഡൽ പ്രഭാവം. അപ്പോൾ നമ്മുടെ ഒരു സൊല്യൂഷനിൽ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ ആ കൊളോയിഡൽ പാർട്ടിക്കിൾസിൽ പ്രകാശം, ലൈറ്റ് തട്ടി സ്കാറ്റർ ചെയ്യും, വിസരിച്ച് ഉണ്ടാവുന്ന പ്രഭാവമാണ് ടിൻഡൽ ഇഫക്റ്റ്, ടിൻഡൽ പ്രഭാവം എന്ന് പറയുന്നത്. ഈ നിത്യജീവിതത്തിലെ കൊളോയിഡ്സ് ഇൻ ഡെയിലി ലൈഫ്. അപ്പം നമ്മുടെ ഈ മോഡേൺ വേൾഡിൽ, ആധുനിക ലോകത്ത് കൊളോയിഡുകൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നതുണ്ട്. ഫുഡ് പ്രൊഡക്ഷൻ്റെ സമയത്ത്, വേസ്റ്റേജ് വാട്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത്, ഭക്ഷ്യോൽപാദനത്തിന്, മലിനജല സംസ്കരണത്തിന്, സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ നിർമ്മാണത്തിന്, പ്രൊഡക്ഷൻ ഓഫ് കോസ്മെറ്റിക്, മെഡിസിൻ, മരുന്നുകളുടെ നിർമ്മാണത്തിന്, ഓയിൽ വാട്ടർ എമൽഷൻസ്, ജെല്ലുകൾ, പാൽ ഉൽപ്പന്നങ്ങൾ, ഡയറി പ്രൊഡക്ട്സ്, മയണൈസ് ഉണ്ടാക്കാൻ, ഇതുപോലുള്ള പല കാര്യങ്ങൾക്കും നമ്മളുടെ കൊളോയിഡുകളുടെ ആപ്ലിക്കേഷൻസ് പ്രത്യേകമായി കാണപ്പെടുന്നുണ്ട്. കൊളോയിഡുകൾ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് താഴെ കാണാം. കൊളോയിഡുകൾ എന്ന് പറയുന്ന ഒരു പദാർത്ഥത്തെ മറ്റൊരു പദാർത്ഥത്തിൽ തുല്യമായി വിതരണം ചെയ്യാൻ സഹായിക്കുന്ന മിശ്രിതങ്ങളാണ് കൊളോയിഡുകൾ. അപ്പോൾ ഈ കൊളോയിഡുകൾ വിവിധ വ്യവസായങ്ങളിലും ദൈനംദിന ഉൽപ്പന്നങ്ങളിലും പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അവർ ചില ഉദാഹരണങ്ങളാണ് താഴെ തന്നിരിക്കുന്നത്. മയണൈസ് എടുക്കുവാണെങ്കിൽ അതിനകത്ത് വെജിറ്റബിൾ ഓയിലുണ്ട്, മുട്ടയുടെ മഞ്ഞയുണ്ട്, വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങ നീരുണ്ട്, വെള്ളം, ഇവ ചേർത്താണ് നമ്മൾ മയണൈസ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു കൊളോയിഡലിന് എക്സാമ്പിളാണ്. പാൽ ഉൽപ്പന്നങ്ങളായാലും പാലിൽ പാൽ, വെള്ളം, കൊഴുപ്പ്, ഫാറ്റ്, പ്രോട്ടീൻ, ലാക്ടോസ് എന്നിവ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടും പാൽ എന്താണ്, അല്ലെങ്കിൽ പാൽ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്ന കൊളോയിഡുകൾക്ക് എക്സാമ്പിളാണ്. വെണ്ണ, ക്രീം, ഇതെല്ലാം കൊളോയിഡുകളാണ്. അങ്ങനെ മലിനജല ശുദ്ധീകരണത്തിനായാലും നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കൽസ് എന്ന് പറയുന്നത് ആലവും ഫെറിക് ക്ലോറൈഡുമാണ്. അവ ഒരു കൊളോയിഡ് പാർട്ടിക്കിൾസായി ഫോം ചെയ്താണ് അതിനകത്തുള്ള അശുദ്ധികൾ അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റീസിനെ ട്രാപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നിരവധി എക്സാമ്പിൾസ്, ഉദാഹരണങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നിന്നും നമ്മുടെ ഇൻഡസ്ട്രിയൽ പർപ്പസിലും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കോസ്മെറ്റിക്സിൻ്റെ പ്രൊഡക്ഷൻ്റെ സമയത്തായാലും മെഡിസിൻസിൽ കൊളോയിഡുകൾ പ്രധാന പങ്ക് വഹിക്കുന്നതായി കാണാൻ സാധിക്കും. അടുത്തത് സോഫ്റ്റ് ഡ്രിങ്ക്സ്, കൃത്രിമ പാനീയങ്ങളെ പറ്റിയാണ് പഠിക്കുന്നത്.
നമുക്ക് പല സോഫ്റ്റ് ഡ്രിങ്ക്സ് അറിയാം, കൊക്കക്കോള, പെപ്സി, സ്പ്രൈറ്റ്, ഇതെല്ലാം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളവരുമാണ് അല്ലേ. അപ്പോൾ ഈ ശീതളപാനി കടയിൽ കാണുന്ന കുലുക്കി സർബത്ത് ഇതും നമ്മൾ കുടിച്ചിട്ടുണ്ടതാ. ഇതിൽ എന്തൊക്കെ പദാർത്ഥങ്ങൾ ചേർത്താണ് ലയിപ്പിക്കുന്നത്? നമ്മൾ കണ്ടിട്ടുണ്ട് പല കാര്യങ്ങളും ആ കുലുക്കി സർബത്ത് ഉണ്ടാക്കുന്നതിൽ ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ പലതും അതിൽ സോലുബിളും ആവത്തില്ല, ലയിക്കാതിരിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഡ്രിങ്ക്സ് ആർ എസെൻഷ്യൽ ടു ക്വഞ്ച് അവർ തേഴ്സ്റ്റ് ഇൻ ഹോട്ട് വെതർ. ചൂട് കാലത്ത് എന്തുമായാലും നമുക്ക് ആവശ്യമാണ് വെള്ളം എന്ന് പറയുന്നത്. അതും സോഫ്റ്റ് ഡ്രിങ്ക്സ് ആയാൽ നമുക്ക് അത്രയും കൂടെ സന്തോഷമില്ലേ നമ്മുടെ ദാഹം അകറ്റാൻ കിട്ടുമ്പോൾ. സെവറൽ ജ്യൂസ് ദാറ്റ് വി കൺസ്യൂം ആർ ഇൻ കൊളോയിഡ്. നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഡ്രിങ്ക് ചെയ്യുന്ന പല ജ്യൂസുകളും കൊളോയിഡ് രൂപത്തിലുള്ള പാനീയങ്ങളാണ്. അതുപോലെ തന്നെ അതിൽ പ്രകൃതിദത്തമായ നാച്ചുറൽ ആയിട്ടുള്ളതുകൊണ്ട് ആർട്ടിഫിഷ്യൽ കൃത്രിമമായ പാനീയങ്ങളും നമുക്ക് കാണപ്പെടും. അതിൽ പ്രകൃതിദത്തമായുള്ളതിന് അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ളതിന് എക്സാമ്പിൾ എന്തൊക്കെ പറയാം? കരിക്കും വെള്ളം, പ്യുവർ വാട്ടർ, ശുദ്ധജലം, നാരങ്ങ വെള്ളം, ഫ്രൂട്ട് ജ്യൂസ്, അല്ലാതെ ജ്യൂസ് അടിച്ചു കുടിക്കുന്നത്, പഴങ്ങൾ, അങ്ങനെ പലതും എന്താണ് പ്രകൃതിദത്തമായ നാച്ചുറൽ ആയിട്ടുള്ള ജ്യൂസിന് പാനീയങ്ങൾക്ക് എക്സാമ്പിളാണ്. അപ്പം നമ്മൾ ഈ പ്രകൃതിദത്തമായിട്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കും. നാച്ചുറലി ആയിട്ടുള്ള നാരങ്ങ വെള്ളവും മോരും വെള്ളവും ഒക്കെ നമ്മൾ നമ്മുടെ വീട്ടിലാണ് ഉണ്ടാക്കുന്നത്. കഷ്ടിച്ചത് എത്ര ദിവസം നിലനിൽക്കും? ഹൗ ലോങ് ആർ ദർ ഫിറ്റ് ഫോർ കൺസപ്ഷൻ? ഇവയൊക്കെ എത്ര നാൾ കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയും? ഫ്രിഡ്ജിൽ വെച്ചാൽ പോലും നമുക്ക് കൂടിപ്പോയാൽ 2-3 ദിവസം മാത്രമേ നമുക്ക് പ്രകൃതിദത്തമായ അല്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ള ജ്യൂസുകൾ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ നമ്മൾ മാർക്കറ്റിൽ പോയാൽ പലതരമുള്ള ജ്യൂസുകളും പാനീയങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അവ ഒരു കേടും കൂടാതെ എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും അല്ലേ. അതെന്തുകൊണ്ടാണ്? അതിനകത്ത് കെമിക്കൽ സബ്സ്റ്റൻസ്, രാസവസ്തുക്കൾ ആഡ് ചെയ്യുന്നതുകൊണ്ട്, ചേർക്കുന്നതുകൊണ്ടാണ് അവർ ലോങ് പീരീഡ്, കുറേ കാലം ഒരു കേടും കൂടാതെ അവർ അവിടെ സുരക്ഷിതമായി അല്ലെങ്കിൽ ഒരു കുഴപ്പവും ഇല്ലാതെ മാർക്കറ്റിലെ ഓരോ കടകളിലും ഇങ്ങനെ നമ്മളെ ആകർഷിക്കുന്ന രീതിയിലിരിക്കുന്നത്. The chemicals added to the beverages in order to prevent the settling of particles are called stabilizers. കൾ അടിയുന്നത് തടയാനായി കൃത്രിമ പാനീയങ്ങളിൽ ചേർക്കുന്ന രാസവസ്തുക്കളെ സ്റ്റെബിലൈസറുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കെമിക്കൽസ് ആഡ് ചെയ്യും ഇതിനെ പ്രിസർവ് ചെയ്ത് കുറേ നാൾ വെക്കാൻ വേണ്ടി. അപ്പോൾ അതിലുള്ള പാർട്ടിക്കിൾസ് അടിഞ്ഞ് സെറ്റിൽ ഡൗൺ ചെയ്യാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കെമിക്കൽസാണ് സ്റ്റെബിലൈസേഴ്സ് എന്ന് പറയുന്നത്. പാനീയങ്ങളിൽ മാത്രമല്ല, ഭക്ഷ്യവസ്തുക്കൾ, ഫുഡ്സ് സ്പോയിലേജ് ആവാതിരിക്കാൻ, കേടുകൂടാതിരിക്കാനും നമ്മൾ ചില പദാർത്ഥങ്ങൾ, ചില സബ്സ്റ്റൻസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അത് പണ്ട് മുതലേ നിലനിന്ന് വരുന്ന ഏഷ്യൻ ടൈംസിൽ ഉപയോഗിക്കുന്നതാണ്. അതിൽ എക്സാമ്പിൾസ് ആണ് ഈ വിനാഗിരി, സാൾട്ടൊക്കെ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നതാണ്. ദേ ആർ കോമൺലി നോൺ ആസ് പ്രിസർവേറ്റീവ്. ഇവയെ പ്രിസർവേറ്റീവുകൾ എന്നാണ് പൊതുവെ പറയുന്നത്. വിനാഗിരി, സാൾട്ടൊക്കെ പൊതുവെ കേടുകൂടാതെ സമയം നമുക്കറിയാം. അച്ചാറിനകത്ത് വിനാഗിരി ഒഴിക്കും. എന്തുകൊണ്ടാണ്? അത് പ്രിസർവ് ചെയ്ത് വെക്കാനാണ്, പൂത്തു പോകാതിരിക്കാനാണ് നമ്മൾ അച്ചാറിലൊക്കെ വിനാഗിരി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊരു പ്രിസർവേറ്റീവിന് എക്സാമ്പിളാണ്. അപ്പോൾ അവയെ പൊതുവെ പ്രിസർവേറ്റീവ്സ് എന്നാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഫുഡിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ അല്ലെങ്കിൽ അതിൻ്റെ ഗുണം നിലനിർത്താനും രുചി കൂട്ടുവാനും ഒക്കെ കെമിക്കൽസ് ആഡ് ചെയ്യുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ഡ്രിങ്ക്സിലൊക്കെ അട്രാക്റ്റീവ് കളേഴ്സ്, കൃത്രിമ പാനീയങ്ങളിലൊക്കെ ആകർഷമായ നിറം ലഭിക്കാനും ചില രാസവസ്തുക്കൾ ചേർക്കുന്നുണ്ട്. ഈ ഗണത്തിൽപ്പെടുന്ന ചില രാസവസ്തുക്കളെ നമുക്ക് താഴെ ബോക്സിൽ നിന്ന് പരിചയപ്പെടാം. സച്ച് കെമിക്കൽസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ടാർട്രസിൻ ഭക്ഷ്യപദാർത്ഥത്തിലും പാനീയങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട് മഞ്ഞ നിറം നൽകാൻ. എർത്രോസൈൻ ഭക്ഷ്യപദാർത്ഥ ഫുഡ് സബ്സ്റ്റൻസിലും സോഫ്റ്റ് ഡ്രിങ്ക്സിലും ഉപയോഗിക്കുന്നുണ്ട് ചുവപ്പ് നിറം നൽകാൻ. ഇൻഡിഗോ കാർമൈൻ ഭക്ഷ്യപദാർത്ഥത്തിലും പാനീയങ്ങളിലും ഉപയോഗിക്കുന്നത് നീല നിറം നൽകാനാണ്. വാനിലിൻ ഫുഡ് സബ്സ്റ്റൻസിൽ ഭക്ഷ്യപദാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് രുചി കൂട്ടാനാണ്. ഫോസ്ഫോറിക് ആസിഡ് സോഫ്റ്റ് ഡ്രിങ്ക്സിലൊക്കെ ഉപയോഗിക്കുന്നത്, കൃത്രിമ പാനീയത്തിലൊക്കെ ഉപയോഗിക്കുന്നത് പുളിരുചി കൂട്ടാൻ, ടു ആഡ് സോർ ടേസ്റ്റ്. അലൈൽ ഹെക്സോനേറ്റ് ഫുഡ് സബ്സ്റ്റൻസ് ഭക്ഷ്യപദാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് സുഗന്ധത്തിനായി, പൈനാപ്പിൾ സ്മെല്ലൊക്കെ ഉണ്ടാവാൻ, ടു എൻഹാൻസ് അരോമ. സോഡിയം ബെൻസോയേറ്റ് സോസിൽ, സാലഡിൽ, സോഫ്റ്റ് ഡ്രിങ്ക്സിലൊക്കെ ഉപയോഗിക്കുന്നത് ഈസ്റ്റ്, ഫംഗസ്, പൂപ്പൽ എന്നിവ ബാധിക്കാതിരിക്കാൻ. സോർബിക് ആസിഡ് ചീസ്, കേക്ക്, സാലഡിലൊക്കെ ഉപയോഗിക്കുന്നത് പൂപ്പൽ ബാധിക്കാതിരിക്കാൻ, ഫംഗസ് തടയാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് പദാർത്ഥങ്ങൾ നമ്മൾ കുടിക്കുന്ന പാനീയ കുപ്പികളിലും സോഫ്റ്റ് ഡ്രിങ്ക് ബോട്ടിൽസിലും പാക്കറ്റ് ഫുഡിലൊക്കെ ലേബലിൽ നമുക്ക് കാണാൻ സാധിക്കും.
ഡു സോഫ്റ്റ് ഡ്രിങ്ക്സ് ഹാവ് എനി ന്യൂട്രൽ വാല്യൂ? കൃത്രിമ പാനീയങ്ങൾക്ക് വല്ല പോഷക മൂല്യങ്ങളും ഉണ്ടോ? നമ്മൾ എപ്പോഴും കുടിക്കുകയും കഴിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. ഇതിന് വല്ലതും നമുക്ക് പോഷകങ്ങൾ കിട്ടാറുണ്ടോ? സോഫ്റ്റ് ഡ്രിങ്ക്സ് ഓൾസോ നോൺ ആസ് കാർബണേറ്റഡ് ബിവറേജസ് ജനറലി ഹാവ് ലിറ്റിൽ ടു നോ ന്യൂട്രൽ വാല്യൂ. സോഫ്റ്റ് ഡ്രിങ്കുകൾ അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന കാർബണേറ്റഡ് പാനീയങ്ങൾക്ക് സാധാരണ അല്ലെങ്കിൽ അവയ്ക്ക് പോഷക മൂല്യം ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇവയുടെ പ്രധാന ഘടകങ്ങൾ ദേ ആർ പ്രൈമർലി കമ്പോസ്ഡ് ഓഫ് വാട്ടർ, വെള്ളമുണ്ട്, പഞ്ചസാര, ഷുഗർ ഓർ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ്, കൃത്രിമ മധുരക്കൂട്ടുകൾ, കാർബൺ ഡയോക്സൈഡ്, വിവിധ ഫ്ലേവറിങ് ഏജൻസുകൾ ഉപയോഗിക്കും, കളറിങ് ഏജൻസ് ഒക്കെ ഉപയോഗിച്ചാണ് ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടാക്കുന്നത് നമുക്കറിയാം. അപ്പോൾ അത് ഒരു തരത്തിലുമുള്ള ന്യൂട്രൽ വാല്യൂ പോഷകമൂല്യം കിട്ടുകയില്ല. മോസ്റ്റ് ഓഫ് ദം ആർ ഹാംഫുൾ ടു ഹെൽത്ത്. ഇവയിൽ പലതും ആരോഗ്യത്തിനും ഹാനികരമാണ്. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ കഴിക്കുന്നത് അല്ലേ. ഇവ നമുക്ക് നമ്മുടെ ശരീരത്തിന് നല്ല അല്ലെന്ന് അറിയെങ്കിലും നമ്മൾ അവ കുടിക്കും, അതല്ലേ സത്യം. ഹൗ ഡു സച്ച് കെമിക്കൽ സബ്സ്റ്റൻസ് വിച്ച് ആർ ആഡഡ് ടു ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് അഫക്റ്റ് ദി ബോഡി? ഇത്തരം രാസവസ്തുക്കൾ ഭക്ഷ്യവസ്തുക്കളിലും പാനീയങ്ങളും ചേർക്കുന്നത് ശരീരത്തെ എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത് നമുക്ക് നോക്കാം. പല അസുഖങ്ങളാണ് നമ്മൾ കുടിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സിൽ നിന്ന്, കൃത്രിമ പാനീയങ്ങളിൽ നിന്ന്, പാക്കറ്റഡ് ഫുഡിൽ നിന്നൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പം ഹൈ ഷുഗർ കണ്ടന്റ് ഉള്ള ഫുഡാണ്, ഡ്രിങ്ക്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അമിത പഞ്ചസാരയുടെ അളവാണ് നമ്മുടെ ഉള്ളിൽ ചെല്ലുന്നത്. അത് കാരണം ഒബസിറ്റി, അമിതവണ്ണം, ടൈപ്പ് 2 ഡയബറ്റിക്സ്, പ്രമേഹം ഉണ്ടാകാൻ, ഡെന്റൽ പ്രോബ്ലംസ്, നമ്മുടെ പല്ലിന് കേടുപാടുകൾ ഉണ്ടാകാനൊക്കെ കാരണം. അതുപോലെ കഫീൻ അടങ്ങിയ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഹൃദയമിടിപ്പ്, ഹെർട്ട് റേറ്റ് കൂടാനും കാരണമാകും. അസിഡിക് നേച്ചറുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ടൂത്ത് എനാമൽ നശിച്ചു പോകാനൊക്കെ കാരണമാകും. അതുപോലെ തന്നെ കളറിങ് ഏജൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന പല കെമിക്കൽ സബ്സ്റ്റൻസും നമുക്ക് അലർജിക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും, നമുക്ക് ട്യൂമേഴ്സിന് വരെ കാരണം. അതുപോലെ തന്നെ ചിലത് കാർസിനോജനിക്കാണ്, ക്യാൻസർ വരെ ഉണ്ടാവാൻ കാരണമാണ്. അതുപോലെ പൂപ്പൽ തടയാൻ ഉപയോഗിക്കുന്ന സോർബിക് ആസിഡ് ഒക്കെ നമുക്ക് സ്കിൻ ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇവയൊക്കെ ഉപയോഗിച്ചാൽ പല അസുഖങ്ങളും വരുമെന്ന് അറിഞ്ഞിട്ടും നമ്മൾ ഉപയോഗിക്കുന്നവരാണ്. ഈ രാസവസ്തുക്കൾ അടങ്ങിയത് ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് അവസാനം ചിലപ്പോൾ ക്യാൻസർ പോലുള്ള രോഗങ്ങളിലായിരിക്കും അവസാനിച്ച് നിൽക്കുന്നത്. അപ്പം മാക്സിമം ഇതുപോലെയുള്ള ഭക്ഷണ വസ്തുക്കൾ നമ്മൾ തടയുക തന്നെ വേണം. അവ മാക്സിമം ഒഴിവാക്കിയിട്ട് നാച്ചുറലായിട്ടുള്ളത് കഴിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്